ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് തലേ ദിവസത്തെ ഒരു ചെറിയൊരു റെസിപ്പിയോട് കൂടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ മിക്കവാറും എല്ലാവർക്കും അറിയാമെന്നറിയാം കേട്ടോ. എന്നിരുന്നാൽ പോലും എന്തെങ്കിലും ഒരു ഉപകാരം കാണുന്നവർക്ക്, പുതുതായിട്ട് കാണുന്നവർക്ക് ആർക്കെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെള്ളയപ്പം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ തേങ്ങയുടെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, ഓൾറെഡി നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ കേട്ടോ. കാര്യമായിട്ട് നമ്മൾ തേങ്ങ വാങ്ങിക്കാറില്ല ഇവിടെ. അപ്പോൾ ഇപ്രാവശ്യം വിഷുവിന് വാങ്ങിച്ചതായിരുന്നു തേങ്ങ. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഉള്ളത് കാരണം ഞാൻ ആ തേങ്ങ എടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നമ്മൾ വെള്ളത്തിനകത്ത് പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് മെൽറ്റ് ആവാനായിട്ട്. പിന്നെ പച്ചരി കുതിരാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ സെറ്റായ ശേഷം വൈകുന്നേരം ആയപ്പോൾ ഞാൻ പച്ചരിയും അതുപോലെ ചോറും അതുപോലെ തേങ്ങ കൊത്തും അതേപോലെ ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതും പിന്നെ നമ്മൾ പഞ്ചസാര മിക്സ് വെച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് രാവിലെ നേരത്തെ ഇന്ന് കുറച്ച് ഭയങ്കരമായിട്ട് ലേറ്റായി എഴുന്നേക്കാൻ, തലേദിവസം ഒരു ഉറക്കം അങ്ങനെ ശരിയാവാത്ത പോലെ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ടെൻഷനോ ഒരു പേടിയോ പിന്നെ എന്തൊക്കെയോ സങ്കടമോ എന്തൊക്കെയോ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഉറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റായി. പിന്നെ അജുവേട്ടൻ വന്ന ശേഷം, അജുവേട്ടൻ നൈറ്റായിരുന്നു, അപ്പോൾ അജുവേട്ടൻ വന്ന് പിന്നെ അജുവേട്ടൻ്റെ കതവൊക്കെ തുറന്നു കൊടുത്ത് പിന്നെ വീണ്ടും കിടന്നു. പിന്നെ രാവിലെ 2 വട്ടം അജുവേട്ടൻ്റെ ഫോൺ അലാറം അടിച്ചു. അതൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഞാൻ ഉറങ്ങിപ്പോയതെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. എഴുന്നേറ്റപ്പോൾ തന്നെ ചെറുതായിട്ട് തലവേദനയോ തൊണ്ടവേദനയോ അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ എപ്പോഴാണ് ഞാനൊന്ന് നന്നായിട്ട് മയങ്ങിപ്പോയെന്ന് ഞാൻ തന്നെ അറിഞ്ഞില്ല. പിന്നെ ഒരു 7:45 ആയപ്പോൾ അജുവേട്ടൻ്റെ അമ്മയുടെ ഫോൺ വന്നപ്പോഴേ ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ സമയം 7:40 ആയിട്ടുണ്ടായിരുന്നു. വേഗം ഫോണിലൊക്കെ സംസാരിച്ച് അത് കഴിഞ്ഞ് വേഗം എളുപ്പം എഴുന്നേറ്റ് വന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വന്ന് പിന്നെ വേഗം അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ടും നമ്മുടെ മാവ് പുളിച്ച് പോന്തി നന്നായി അടിയിൽ ഞാൻ ട്രേ വെച്ചത് അതിൽ ഫുള്ളും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഞാൻ ആദ്യം എന്ത് ചെയ്തു, കുറച്ച് ചിയ സീഡ് എടുത്തിട്ട് ഒരു നാരങ്ങ നീരും പിഴിഞ്ഞിട്ട് അതുപോലെ നമ്മുടെ ഹണിയും കൂടെ തേനും കൂടെ ചേർത്തിട്ട് ഞാൻ കുറച്ച് നേരം മാറ്റി വെച്ചു, ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചു. അപ്പോൾ അതൊന്ന് ആവണ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വേഗം നമ്മുടെ മാവൊക്കെ ഒന്ന് സെറ്റാക്കി എല്ലാം കൂടെ തുടച്ച് വൃത്തിയാക്കി അതൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വെയിറ്റ് ലോസിനുള്ള എന്താ പറയുക പരിപാടിയാണെന്ന്. തീർച്ചയായിട്ടും കുറേ നാൾ മുന്നേ ഞാൻ ഈ പരിപാടി ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ വെറും വയറ്റിലല്ല, ഞാൻ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്ന സമയത്ത് ഓഫീസിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഞാൻ കൊണ്ടുപോകാറുണ്ടായിരുന്നു കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. ചൂടൊക്കെയല്ല, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ദാഹിക്കുന്ന പ്രശ്നവും വരില്ല. എന്താ പറയുക, ചിയ സീഡ് വെള്ളം നല്ലോണം സോക്ക് ചെയ്യുന്നൊരു സംഭവമല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അധികം അങ്ങനെ ദാഹിക്കില്ല. അപ്പോൾ ഹെൽത്തിനും നല്ലതാണ്, വെയിറ്റ് ലോസിനും നല്ലതാണ്. പിന്നെ ഈ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്ന കാര്യത്തിനും നമുക്കൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് കൊണ്ടുപോകാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് പതുക്കെ സ്റ്റോപ്പായി. അപ്പോൾ വീണ്ടും ആ ഒരു ശീലം ഞാൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് വരികയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിലല്ലേ, അപ്പോൾ അതുകൊണ്ട് ശരിയെന്ന് പറഞ്ഞിട്ട് രാവിലെ ചുടുവെള്ളത്തിലൊന്നും അല്ല കേട്ടോ, ശരിക്കും ചെറു ചൂടുവെള്ളത്തിൽ കുടിക്കണം എന്നാണ് പറയുക. പക്ഷേ ഈ രാവിലെ ഈ ചുടുവെള്ളം എനിക്ക് അത്രയ്ക്ക് സെറ്റ് ആവാത്തൊരു സംഭവമാണ്. അപ്പോൾ പതുക്കെ പച്ചവെള്ളത്തിൽ തുടങ്ങിയിട്ട് പിന്നെ ചൂടുവെള്ളത്തിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് ഒരു 10 മിനിറ്റ് വെച്ച് സെറ്റായ ശേഷം അതൊക്കെ ഒന്ന് കുടിച്ച് പിന്നെ നമ്മൾ മറ്റുള്ള പണികളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പാത്രങ്ങളൊക്കെ നമ്മൾ കുറേ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരുവിധം എടുത്ത് ഉള്ളിലൊക്കെ എടുത്ത് വെക്കാനുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്, തലേന്ന് നമ്മൾ കടല കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കടലക്കറിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ സാധാരണ വലിയ കടലയിലെ വെള്ളക്കടല അതായിരുന്നു. ഞാൻ ചെയ്യാറുള്ളത് ആദ്യം നന്നായിട്ട് നമ്മളെ കടല കഴുകിയ ശേഷം അതിലേക്ക് പണ്ടൊക്കെ എന്ന് വെച്ചാൽ പൈപ്പിൽ നിന്ന് പിടിക്കുന്ന വെള്ളം ഞാൻ ഒഴിച്ച് വെക്കാറുണ്ടായിരുന്നു. പിന്നെ ഈ ഇടയായിട്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ തലയിൽ ഒരു ബോധോദയം ഉണ്ടായതെന്ന് പറയാം. സത്യം പറഞ്ഞാൽ അതായത് നമ്മൾ ഈ കടലയിൽ നമ്മൾ പൈപ്പിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കുമ്പോൾ നമ്മൾ നല്ല വെള്ളം ഒഴിക്കുമല്ലോ. അത് ഇവിടുത്തെ വെള്ളം എന്തായാലും ക്ലോറിൻ മിക്സ് വെള്ളമാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ആ വെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജഗ്ഗാണ് വാങ്ങിക്കുന്നത് കുടിക്കാൻ വേണ്ടിയിട്ട്, ആരോയും ഇല്ല ഇവിടെ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഞാൻ ഈ പൈപ്പത്തെ വെള്ളം അത് ഒഴിച്ച് വെക്കാറുണ്ടായിരുന്നു. പിന്നെയാണ് ഇങ്ങനെ ഞാൻ ആലോചിച്ച് തുടങ്ങിയത്, നമ്മൾ ആ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ ആ വെള്ളം തന്നെയല്ലേ ഈ കടല സോക്ക് ചെയ്തെടുക്കുന്നത്.
പിന്നീട് നമ്മുടെ വയറ്റിലേക്ക് പോകുന്നത് അതേ വെള്ളം തന്നെയല്ലേ. അപ്പം ഞാൻ കരുതി ഇനി തൊട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, കുടിക്കുന്ന വെള്ളം തന്നെ നമുക്ക് ഒഴിച്ചു വെക്കാമെന്ന് പറഞ്ഞിട്ട് കുടിക്കുന്ന സാധാരണ നല്ല വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കാലത്താവുമ്പോഴേക്കും നന്നായിട്ടത് പതന്ന് വന്നിട്ട് ഒരു തരം സ്മെല്ല് വരില്ല അതിനകത്ത്. നമ്മൾ വെള്ളം കുറച്ച് മണിക്കൂറോളം ഒഴിച്ചു വയ്ക്കുമ്പോൾ അതെനിക്ക് ഒട്ടും പിടിക്കാത്തൊരു സംഭവമാണ്. പിന്നെ അജുവേട്ടന് നമുക്ക് ഓഫീസിലേക്കും കൊടുത്തു വിടണം കറി. ആൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട്, നൈറ്റ് എന്ന് വെച്ചാൽ ഒരു 3-3:30 ആകുമ്പം, വൈകുന്നേരം ഒരു 3-3:30 ആകുമ്പോൾ ആൾ പോവും. അപ്പോൾ രാത്രിയാണ് ആൾ കഴിക്കുക. അപ്പോൾ ആ സമയം ആകുമ്പോഴേക്കും അത് ചീത്തയാവും എന്നുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ വെള്ളമൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് 2-3 വട്ടം വീണ്ടും കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചു. അതൊന്ന് വേവുന്ന സമയം കൊണ്ട് തന്നെ വേഗം ഞാൻ വിചാരിച്ചു എന്നാൽ കുളിക്കുന്നതിന് മുന്നേ അടിച്ചു വാരി തുടച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു റൂമിൽ അജുവേട്ടൻ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് അവിടെ മാത്രം ഞാൻ അടിച്ചു വാരി തുടച്ചില്ല കേട്ടോ. ബാക്കി റൂമിലും ഹാളിലും കിച്ചണിലും എല്ലായിടത്തും വേഗം അടിച്ചു വാരി തുടച്ച് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ വേഗം പോയിട്ട് കുളിക്കാൻ പോയി. അതിനിടയിൽ ആദ്യക്കുട്ടന് എൻ്റെ അമ്മയുടെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പണിയുടെ തിരക്കിലായതുകൊണ്ട് തന്നെ ആദ്യക്കുട്ടനാണ് ആദ്യം സംസാരിച്ചത്. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ വേഗം കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് തുണി എടുക്കാൻ പോകണമെങ്കിൽ നമുക്ക് ബാൽക്കണിയിൽ തന്നെ പോകണം. അപ്പോൾ അടുക്കള തുടച്ചിട്ടിരിക്കുന്നതാണ്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ശരി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് തുണി എടുക്കാമെന്ന് പറഞ്ഞാൽ ആ സമയം കൊണ്ട് വേഗം അമ്മയൊക്കെ ഫോണൊക്കെ ചെയ്ത് സംസാരിച്ചു കേട്ടോ. അപ്പം നമുക്ക് ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ വീഡിയോയും എടുക്കണം ഫോണിലും സംസാരിക്കണം എന്നൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് മാക്സിമം ആ സമയങ്ങളിലുള്ള ക്ലിപ്പിങ്സ് ഒന്നും കിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വേഗം എനിക്കും അജുവേട്ടനും കൂടെ എന്ന് വെച്ചിട്ട് ഞാൻ ചായ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ തിളപ്പിച്ച് അടുപ്പത്ത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇൻഡക്ഷനിൽ ചായ വെച്ച കാര്യം ഞാൻ മറന്നുപോയി. അത് തിളച്ച് വറ്റിയിട്ട് 2 ഗ്ലാസ് 1 ഗ്ലാസ് 1.25 ഗ്ലാസ്സായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പോൾ അജുവേട്ടൻ എന്തായാലും എഴുന്നേൽക്കുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് 1 ഗ്ലാസ് ഞാൻ എടുത്തു, ബാക്കി 1/4 ഗ്ലാസ് നമ്മൾ ആദ്യക്കുട്ടനും കൊടുത്തു കേട്ടോ. അപ്പോൾ അതായത് ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം ഞാൻ ഗ്യാസിൽ ഇൻഡക്ഷനിൽ ചായ വെച്ചിട്ടുണ്ട്. നമ്മൾ വളരെ സ്ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം ഞാൻ ആപ്പവും ചുട്ടെടുത്തു, അതായത് വെള്ളയപ്പവും ചുട്ടെടുത്തു, കടലക്കറിയും ഉണ്ടാക്കി കഴിഞ്ഞു. അതുവരെ അത് അപ്പോഴും നമ്മുടെ ഇൻഡക്ഷനിൽ തന്നെ ഇരുന്നിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ എത്രത്തോളം അത് ചുരുങ്ങിക്കാണെന്നുള്ള കാര്യം. അപ്പം അങ്ങനെ ഞാൻ വേഗം അതിനിടയ്ക്ക് എനിക്ക് വിശക്കണേന്നും പറഞ്ഞിട്ട് ഒരാൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആശാന് ഭയങ്കര വിശപ്പിൻ്റെ അസുഖമുള്ള ആളാണ്. അപ്പം അങ്ങനെ വേഗം ആദ്യക്കൂട്ടൻ വിശക്കണമെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അമ്മയെ എന്തെങ്കിലും തരണം എനിക്ക് കഴിക്കാനെന്ന് പറഞ്ഞ് വന്നപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അവൻ വേഗം പറഞ്ഞു കടല മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കടല അതിന് എടുത്തുകൊണ്ട് പോയി കേട്ടോ. ഞാനും കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് അജുവേട്ടന് സലാഡോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്കാണെങ്കിലും സലാഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കടല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ശരി, അങ്ങനെ കടല മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കടലക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നായിട്ട് തന്നെ സവാളയെല്ലാം മുറിച്ച് റെഡിയാക്കി, അതുപോലെ തന്നെ ടൊമാറ്റോ അത് തക്കാളിയൊക്കെ നമ്മൾ പേസ്റ്റാക്കി പ്യൂരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഞാൻ എണ്ണ ഒഴിച്ചു കേട്ടോ. സാധാ നമ്മുടെ എണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കണത്, വെളിച്ചെണ്ണയിലൊന്നും അല്ല കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടാക്കി നമുക്ക് മുതലാവില്ല. നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് മാത്രമാണ് ഞാൻ വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് വരുന്നത്. അത് അടുത്ത നെക്സ്റ്റ് ടൈം നമ്മൾ പോകുന്നത് വരയ്ക്കും എനിക്ക് ഒപ്പിക്കണം. ഞാൻ 2 ബോട്ടിൽ കൊണ്ടുവരും, അത് നെക്സ്റ്റ് ടൈം വരയ്ക്കും എനിക്ക് ഒപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ബാക്കിയുള്ളൂ എന്നുള്ളതുകൊണ്ട് സാധാ എണ്ണയിൽ ഞാൻ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ സാധാ എണ്ണയിൽ ഞാൻ ഇത് കുറച്ച് നമ്മുടെ വലിയ ജീരകം ഇല്ലേ, പെരിഞ്ജീരകം ഇട്ടു. അതൊന്ന് എണ്ണയിൽ പൊട്ടി വന്ന് കുറച്ച് 2-3 ഗ്രാമ്പു ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ സവാള 2 വലിയ സവാള മുറിച്ചത് എടുത്തിട്ടുണ്ട്. നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് വന്ന ശേഷം വേഗം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതും ഒന്ന് പച്ചമണം പോയ ശേഷം നോക്കുമ്പോൾ നല്ലോണം കയ്യിൽ നല്ല ചൂടായിട്ടുണ്ട്, കൈ പൊള്ളി തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം അത് തുണി വെച്ചിട്ട് പിടിക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും, കാരണം ഫ്ലെയിം ഭയങ്കര കൂടുതലാണ് ഗ്യാസ് ലൈൻ ആയതുകൊണ്ടേ. അപ്പോൾ അതിലേക്ക് ഞാൻ അതിനുശേഷം നമ്മുടെ തക്കാളിയുടെ എന്താ പറയുക പ്യൂരി ഒഴിച്ചു. തക്കാളി അടിച്ചെടുത്തത് ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തു. അല്ലാതെയും വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആവുന്ന രീതിയിൽ വരെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് വെന്ത ശേഷം ഞാൻ പിന്നെ മറ്റുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്, അത് ഒരുപാട് വെള്ളം ആവാതിരിക്കാൻ വേണ്ടിയിട്ട്.
അതേസമയം അപ്പുറത്ത് ആദിക്കുട്ടൻ എന്തായാലും വിശക്കണു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, വേഗം നമ്മൾ പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ നമ്മുടെ അപ്പത്തിൻ്റെ ചട്ടി അടുപ്പിൽ വെച്ചു. അങ്ങനെ വെള്ളയപ്പം ചുട്ട് ഒരു സൈഡിൽ വെള്ളയപ്പം നല്ല പൂ പോലത്തെ വെള്ളയപ്പം കേട്ടോ. അത് നമുക്ക് നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ ശേഷം കാണിച്ചു തരുമ്പോൾ അറിയാൻ പറ്റും. നല്ല അടിപൊളി പൂ പോലത്തെ വെള്ളയപ്പമാണ്. അങ്ങനെ ആ വെള്ളയപ്പമൊക്കെ നന്നായി ചുട്ടെടുത്ത് ഞാൻ ഒഴിക്കും ആദ്യം ഇങ്ങനെ ചുഴറ്റിയെടുക്കും. അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ തണുപ്പ് സമയത്ത് ഒട്ടും പുളിക്കില്ലാത്തതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഒരു സുഖം ഉണ്ടാവാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ എന്നിട്ട് ബാക്കി കുറച്ച് മാവുള്ളത് വെച്ചിട്ട് വൈകുന്നേരം ഞാൻ അവന് നമ്മുടെ കിണ്ണത്തപ്പം ഇല്ലേ, കള്ളപ്പം എന്നൊക്കെ പറയണ പോലെ വട്ടയപ്പം അതുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതൊരെണ്ണം അത്ര മാവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതേ സമയം ഒരു സൈഡിൽ അപ്പവും വെച്ചിട്ടുണ്ട്, അടുത്ത മറു സൈഡിൽ നമ്മൾ നമ്മുടെ കറിക്കുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലാദ്യം ഞാൻ എന്ത് ചെയ്തു, ജീരകപ്പൊടി ഇട്ട് കൊടുത്തു. കടലയല്ലേ, ആസിഡിറ്റിക്ക് നല്ലതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ആസിഡിറ്റിയുടെ അങ്ങേ അറ്റത്തെ കൂടാട്ടോ ഞങ്ങളെല്ലാവരും. അപ്പോൾ ആസിഡിറ്റി ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീരകപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത്രയും സംഭവങ്ങളാട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം എല്ലാവരും കോമൺലി എല്ലാവരും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതെനിക്കറിയാം, എന്നിരുന്നാൽ പോലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്നൊന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പച്ചമണം പോയ ശേഷം വേഗം നമ്മൾ കടല അതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. അതും കടലയിൽ കുറച്ച് നമ്മൾ ഉടച്ചിട്ട്, അതായത് കയ്യിലുണ്ട് നമ്മുടെ തവി കൊണ്ട് തന്നെ ഉടച്ചിട്ട് അതുകൂടെ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒരിക്കൽ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ നല്ലോണം വെള്ളം കൂടിയ പോലെ തോന്നി എനിക്ക്. പിന്നെ അതിന് ശേഷം പിന്നെ ഒന്ന് കുറുകിയ പോലെ തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ബാക്കി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലെനിക്ക് ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഒന്നും അറിഞ്ഞില്ല. നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞാനും ആദിക്കുട്ടിനും കൂടെ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് തക്കാളി നല്ല പഴുത്ത തക്കാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി പുളിയായിരുന്നു കറിക്ക്. എനിക്കും ആദിക്കുട്ടിനും വലിയ കുഴപ്പമില്ല അതുകൊണ്ട്. പക്ഷെ അജുവേട്ടനാണെങ്കിലും നമ്മുടെ സാമ്പാറിൽ പോലും പുളി ചേർത്ത ആൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അങ്ങനെ പിന്നെ വേഗം ആദ്യം എന്നോട് പറഞ്ഞു, അമ്മ ഇത് നല്ല പുളിയുണ്ട്, അച്ഛന് എന്താ പറയുക ഇഷ്ടാവും തോന്നണില്ല, അച്ഛൻ കഴിക്കും തോന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആകെ മൊത്തം പിന്നെ ടെൻഷനായി. പിന്നെ ഞാൻ പറഞ്ഞു നോക്കാം, നമുക്ക് കഴിക്കുമ്പോൾ നോക്കാം, നമ്മൾ കഴിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് നോക്കാം, അച്ഛന് ഇഷ്ടമാവുകയാണെങ്കിൽ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് തേങ്ങാപ്പാൽ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ, നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഓയിൽ വരില്ല, അത് ഇരിപ്പുണ്ട്, നമുക്ക് അത് അപ്പം ഒഴിക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം ഞാൻ എന്നിട്ട് എന്താ പറയുക ഞങ്ങൾ കഴിച്ചു കൊടുക്കണം. നല്ല പൂ പോലെ തപ്പമാണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ സ്വന്തം പുകഴ്ത്തി പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചായ ഞാൻ പറഞ്ഞില്ലേ 2 ഗ്ലാസ് വെച്ചിട്ട് അത് തിളപ്പിച്ച് അജോട്ടിന് ഇങ്ങനെ തന്നെ കേട്ടോ, തിളപ്പിച്ച് നമ്മൾ പറയില്ലേ കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാക്കും പറഞ്ഞ പോലെ തിളപ്പിച്ച് ഒരു പരുവാക്കുക അതിന് കേട്ടോ. എനിക്ക് ആദ്യം പറ്റുന്ന അബദ്ധമാണ്. ഇപ്പം അങ്ങനെ ഒരു അബദ്ധവും പറ്റാറുണ്ടായിരുന്നില്ല ചായയുടെ കാര്യത്തിൽ. പക്ഷേ എനിക്ക് പാൽച്ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ കട്ടൻ കുടിക്കില്ല എന്നല്ലോ, കട്ടനും കുടിക്കും, പാൽച്ചായ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും അത് ഞാൻ പറഞ്ഞില്ലേ വളരെ ചുരുങ്ങിപ്പോയി. പിന്നെ ഇതേ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്ന ശേഷം പിന്നെ അതിനകത്തേക്ക് ഞാൻ മല്ലിയിലൊക്കെ പൊട്ടിച്ചിടുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിച്ചു, ഞാനും ആദ്യക്കുട്ടിനും കൂടി ഇരുന്ന് കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞപ്പോൾ നല്ല പുളി ഉണ്ടായിരുന്നു. അജോട്ടിന് എഴുന്നേറ്റ് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല പുളിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം കുറച്ച് തേങ്ങാപ്പാലും ചേർത്തിട്ട് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തത്. അജോട്ടിന് അറിഞ്ഞിട്ടില്ല പഞ്ചസാര ചേർത്തത്. ടേസ്റ്റ് നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു ആ തേങ്ങാപ്പാൽ ചേർത്തിക്കും, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വേഗം ഞാൻ തേങ്ങാപ്പാൽ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തു ആൾക്ക്. അത് കഴിഞ്ഞിട്ട് ആളങ്ങനെ അത് കൂട്ടി കഴിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതും ഇളക്കുന്നതിന് മുന്നേ തന്നെ അജുവേട്ടന് ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത ശേഷം ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിനകത്ത് അജുവേട്ട് മാറ്റി വെച്ചു കേട്ടോ. കാരണം വൈകിട്ട് കൊണ്ടുപോകുമ്പോഴേക്കും നമ്മൾ ഒരുപാട് കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞുണ്ടല്ലോ, പിന്നെ ആൾ കൊണ്ടുപോകുമ്പോഴേക്കും ചീത്തയായി പോവും. ആൾ രാത്രിയല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അധികം കയ്യിലിട്ട് ഇളക്കാതെ തന്നെ അതൊരു പാത്രത്തിലാക്കിയിട്ട് വേഗം ഫ്രിഡ്ജിൽ കൊണ്ടുപോയി ഫാനിൻ്റെ അടി വെച്ച് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞ് മോർണിംഗ് വ്ളോഗ് ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത്. പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള പോരായ്മകൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് അത് തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ശരി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുക. നല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പിയായി ഇരിക്കുക. അപ്പം ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു കുട്ടി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ,
നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ, സി യു.